വിളിക്കുക. അവരിൽ എത്ര ഇനി വാങ്ങാൻ പർച്ചേസ് ചെയ്യാൻ എന്തൊക്കെയുണ്ട് ഇത് പർച്ചേസ് ചെയ്യാൻ നിർബന്ധിക്കുക. പലർക്കും RCMന്റെ സത്യം അറിയാത്തതുണ്ട്, RCMന്റെ വില അറിയാതെ ഇത് വാങ്ങാറില്ല. ആർക്കോ വേണ്ടി വാങ്ങുന്നവരുണ്ട്, സ്വന്തം വീട്ടിലേക്ക് വാങ്ങുന്നവരുണ്ട്, നമ്മൾ പറഞ്ഞതുകൊണ്ട് വാങ്ങുന്നവരുണ്ട്. അപ്പൊ അതൊരു സ്വന്തം മനസ്സിന്റെ ഉള്ളിൽ തട്ടി എനിക്ക് വളരണം, എൻ്റെ ഹെൽത്ത് റെഡിയാവണം, എൻ്റെ സാമ്പത്തിക ശേഷി വലുതാവണമെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ വോളിയം കൂട്ടാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കുറെ ചെറിയ കാര്യം. എന്താണ് കാര്യങ്ങൾ? അവരോട് പറഞ്ഞു കൊടുക്കാം. ലിമിറ്റഡ് പാസീവ് ഇൻകം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ്. സാറും വാങ്ങിക്കൊണ്ടിരിക്കുന്ന അൺലിമിറ്റഡ് പാസീവ് ഇൻകം. ആ പാസീവ് ഇൻകം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാർക്കും അറിയില്ല, പലർക്കും അറിയില്ല. വാട്ട് ഈസ് എ പാസീവ് ഇൻകം? നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിലും ലഭിക്കുന്ന വരുമാനത്തെയാണ് പാസീവ് ഇൻകം. ലെവലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിലും, നമ്മൾ സുഖമില്ലാതെ കിടന്നാൽ, യാത്ര പോയാൽ, ടൂറ് പോയാലും പാസീവ് ഇൻകം വന്നുകൊണ്ടിരിക്കും. അൺലിമിറ്റഡ് പാസീവ് ഇൻകം. അത് പറഞ്ഞു നമുക്ക് പറയാനുള്ള ഒരു കാര്യം. മറ്റുള്ള എല്ലാ ജോലികളും ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ വരുമാനം. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി. എൻ്റെ വരുമാനം കാൽഭാഗമായി കുറയാൻ കാരണം ഞാൻ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഇഷ്ടംമാതിരി പണം. പണിയെടുത്തില്ലെങ്കിൽ എനിക്ക് ശമ്പളം പറ്റും. പക്ഷെ ഞാൻ പണിയെടുക്കാറ് 100% ആത്മാർത്ഥത കാണിച്ചു എന്ന് എനിക്ക് അഭിമാനിക്കാം. ആജ്ഞാപിച്ച് അവിടെ ഇരുന്നാലും കിട്ടും പൈസ, കിട്ടിയില്ലെങ്കിൽ. പക്ഷേ അതൊരു പണമല്ല. റിട്ടയർ ചെയ്ത് ഞാൻ ഇവിടെ പൈസ കിട്ടില്ല, ഭാഗം മാത്രം കിട്ടും. പെൻഷൻ എന്ന് പറഞ്ഞത് നമ്മൾ അവസാനത്തെ 10 മാസത്തെ ശമ്പളത്തിൻ്റെ 4% മാത്രമേ. പണിയെടുത്തില്ലെങ്കിൽ കിട്ടുന്ന പണം പാസീവ് ഇൻകം അൺലിമിറ്റഡ്. മറ്റേത് ജോലിയും ലിമിറ്റഡ് പണം മാത്രം. അതൊന്നും സൂചിപ്പിക്കും. അൺലിമിറ്റഡ് പാസീവ് ഇൻകം. രണ്ടാമത്തത് വർക്ക് വൺസ് ഏൺ റിപ്പീറ്റഡ്. വർക്ക് വൺസ് ഒരു കാലത്ത് നന്നായി, തുടക്കം നന്നായി വർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും, റിപ്പീറ്റായി ലഭിച്ചുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും അതിൻ്റെ വരുമാനം വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ മാന്ത്രികത, ഡയറക്ടറിന്റെ മാന്ത്രികത. വർക്ക് വൺസ്, ഒരു കാലഘട്ടം മാത്രം വർക്ക് ചെയ്യും. ഏൺ റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കും, കിട്ടിക്കൊണ്ടിരിക്കും, സമ്പാദിച്ചുകൊണ്ടിരിക്കും. റിപ്പീറ്റായിട്ട്, ഒരു പ്രാവശ്യമല്ല, റിപ്പീറ്റായിട്ട് ആവർത്തിച്ച് നമുക്ക് ഏണിങ് വന്നുകൊണ്ടിരിക്കും, സമ്പാദ്യം വന്നുകൊണ്ടിരിക്കും, വരുമാനം. ഈ മാന്ത്രികത നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഞാനത് ചെയ്തിട്ടില്ല, അതാണ് എൻ്റെ തെറ്റ്. ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഏറ്റു പറയാം എൻ്റെ തെറ്റുകൾ. ഈ മാസം അവസാനം പിന്നെ അവരെത്തിയില്ലെങ്കിൽ നമുക്കത് ഏറ്റു പറയാം. നമ്മുടെ കുറ്റങ്ങൾ ഏറ്റു പറയും, നമ്മൾ തെറ്റുകൾ ഏറ്റു പറയും. ആ തെറ്റുകൾ ഏറ്റു പറയുന്നതാണ് ധൈര്യവാന്റെ ലക്ഷണം. എന്നാണ് ഭീരുവിന്റെ ലക്ഷണമല്ല, ധൈര്യവാൻ. നമ്മളൊക്കെ ആ രീതിയിൽ നമ്മളെ ലാസ്റ്റ് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മളെ തെറ്റുകൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. നമ്മൾ എന്ത് ചെയ്യാത്തതുകൊണ്ടാണ് പിന്നെ വിലക്കാരാത്തത്? ആവർത്തിക്കുക. അത് അടുത്ത മാസം വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ, അതോ അടുത്ത മാസം ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണോ എന്ന്, വർക്ക് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ട ദിവസം കൂടിയാണ്
അത്രയും പ്രാധാന്യമുള്ള ദിവസം. സെക്യൂരിറ്റി ഫോർ ഫാമിലി മെമ്പേഴ്സ്, കുടുംബാംഗങ്ങൾക്ക് സെക്യൂരിറ്റി നൽകും. പെട്ടെന്നൊരു അസുഖം വന്നു, നമ്മളെ അക്കൗണ്ട് എടുത്ത് നീട്ടിയാൽ തീരാവുന്ന പ്രശ്നം. പെട്ടെന്നൊരു ഹോസ്പിറ്റൽ പോയി വന്നു, പെട്ടെന്നൊരു ആവശ്യം വന്നു, പണത്തിന് വേണ്ടി ഓടി നടക്കാൻ നമ്മുടെ കയ്യിൽ പണമുണ്ട്. സാറ് പലപ്പോഴും പറയാറുണ്ട്, പണ്ടൊക്കെ ഫാമിലിയും കൊണ്ട് ഒരു ഷോപ്പിൽ കയറിയാൽ വില ചോദിച്ച് കുറവുള്ളത് ഇഷ്ടപ്പെട്ടില്ല എടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇപ്പോഴതല്ല, സാറിന് ഏത് കടയും കയറാം, അവരിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. അതിന് അദ്ദേഹത്തിൻ്റെ ഡെബിറ്റ് കാർഡ് കൊടുത്താൽ മതി. അതിഷ്ടമാതിരി പണമുണ്ട്. ധൈര്യമായിട്ട് എവിടെയും കയറാം, ധൈര്യമായിട്ട് ഏത് സ്ഥലത്തും പോകും. നമുക്ക് തിരുത്താം, എവിടെയും കയറാം. അടിയിൽ കനവുണ്ടെങ്കിൽ മാന്യതയില്ല. അങ്ങനെയല്ലേ ജയസിതാറേ? പണമില്ലാത്തതിൻ്റെ അന്ന് കഷ്ടപ്പാട് നന്നായി അനുഭവിച്ചാണ്. അതുകൊണ്ട് ജയസിതാറിന്റെ പേര് വിളിക്കുന്നത്. പണമില്ലാത്തതിൻ്റെ കഷ്ടം എപ്പോഴും രക്ഷപ്പെടെ മാറിയെന്ന് പറയാൻ പറ്റും. പക്ഷേ ധൈര്യപൂർവ്വം ഹോസ്പിറ്റൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചങ്കിടിപ്പില്ലാതെ കയറാൻ പറ്റുന്നത് ആർക്കായി? നമുക്ക് ചങ്കിടിപ്പുണ്ടാവും, പേടിയാണ്. ഡോക്ടറത്തെ പോകാൻ പേടിയാണ്. ഡോക്ടറെ പോകേണ്ടി വന്നാൽ ചെറിയ ആക്ഷൻ ഉണ്ടായി, കടം വാങ്ങേണ്ടി വരും, രക്ഷയില്ല. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മളൊന്നിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മുടെ മടിയിൽ കനമുണ്ടാകും. നമുക്ക് കയറി ചെല്ലാം. സാമ്പത്തികമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു. ആ സ്വാതന്ത്ര്യം പറ്റിയാണ് നമ്മളിപ്പോ കഷ്ടപ്പെടും. അപ്പൊ നമുക്ക് തീരുമാനിക്കാം, നമുക്ക് കഷ്ടപ്പെടാം. അടുത്ത മാസം ആഗസ്റ്റ് ഓണം, എല്ലാവരും സദ്യ ഒരുക്കുന്ന തിരക്കിലാണെങ്കിലും സദ്യ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുകൊടുക്കും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം. ഇനി സെപ്റ്റംബർ മാസമാണ് നമ്മുടെ മാസം. സെപ്റ്റംബർ ആകുമ്പോഴേക്ക് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരു അക്കൗണ്ടിലേക്ക് പണം വന്നിരിക്കും. അതുകൂടി ഒരു യാത്ര പോകും. രാജ്യങ്ങൾ സന്ദർശിക്കണം, കഴിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കണം. നമ്മുടെ കൂടെയുള്ളവരെ സഹായിക്കാൻ കഴിയും. വേണ്ടേ? ഇപ്പൊ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരും. സെപ്റ്റംബറില് നമ്മുടെ പണം വന്നിരിക്കും. ഡിസ്പ്ലേ വാൾ തുടങ്ങാത്തവരെ ഡിസ്പ്ലേ വാൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനോഗ്രേഷൻ ഓഫ് ദ ഡിസ്പ്ലേ വാൾ. ആ ഡിസ്പ്ലേ വാളിന്റെ ഇനോഗ്രേഷൻ ഗംഭീരമായിട്ട് നടത്തുക. സെല്ലിംഗ് ആൻഡ് ഷെയറിംഗ് ദ പ്രോഡക്റ്റ്. വിൽക്കുക, ആ പ്രോഡക്റ്റ് ഷെയർ ചെയ്യുക. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ സ്കോപ്പ് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിന്റെ ആ സ്കോപ്പുകൾ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ലേണിംഗ് മോർ ഫോർ ഏണിംഗ്. കൂടുതൽ സമ്പാദിക്കാൻ കൂടുതൽ പഠിക്കുക. ഓരോ പ്രോഡക്റ്റ് പഠിക്കുക, ഓരോ പ്ലാൻ പഠിക്കുക. RSMന്റെ ഡയറക്ട് സെല്ലിങ്ങിന്റെ 100% പഠിച്ചെടുക്കുക.